ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു പാലപ്പം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ പൊൻകതിറിൻ്റെ ഈസി പാലപ്പം പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രകാരമാണ് ഞാനിതിൻ്റെ മെഷർമെൻറ്റും വെള്ളത്തിൻ്റെ മെഷർമെൻറ്റും ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 500 ഗ്രാം വരുന്ന പൊടി ഇടാം കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം, സക്സസ് ആവുമോ നോക്കാം. ഇതിലേക്ക് നമുക്ക് 900 ml വാട്ടറാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് കുറേശ്ശെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ജാറിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും ഒരു കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മളത് മിക്സിയിൽ അടിക്കണത്. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ 900 ml വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് മൊത്തത്തിൽ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കോക്കനട്ടിൻ്റെ മിൽക്കാണ്. അപ്പോൾ 200 ml വരുന്ന കോക്കനട്ട് മിൽക്ക് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാലപ്പത്തിൻ്റെ മിക്സിലേക്ക് തേങ്ങാപ്പാലും കൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് മൂടി വയ്ക്കാം. ഇതിനകത്ത് ഒരു 1 hour പറയുന്നത്. അപ്പോൾ അത് പൊങ്ങണതിൻ്റെ അനുസരിച്ച് ടൈം എടുക്കും കേട്ടോ. ഗൈസ്, ഒന്നും പറയാനില്ല. ഞാൻ പോയി നോക്കുമ്പോൾ അടിപൊളിയായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു. കുറേ പൊങ്ങിയ നിലത്ത് കൂടിയൊക്കെ പോയി. ഞാനപ്പോഴത്തേക്ക് അതിനെ മൂടിയെടുത്ത ആ പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചു. ഇനി നമുക്കിതൊന്ന് ചുട്ട് നോക്കാം കേട്ടോ, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സക്സസ് ആവുമെന്ന് അറിയണമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ പാലപ്പത്തിൻ്റെ പാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന്, സക്സസ് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ സംഭവം വളരെ സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കടയിൽ വാങ്ങുന്നതിനേക്കാളും സൂപ്പറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ചുക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അത് കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. തീർച്ചയായിട്ടും എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.